ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ പറശ്ശിനിക്കടവ് അതായത് മുത്തപ്പൻകാവിൽ പോവാണ്. ഞാൻ ഉണ്ട്, അക്ഷയേട്ടുണ്ട്, മിട്ടുണ്ട്, അഭിയുണ്ട്, പിന്നെ അഭിജിത്തും ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ മാംഗ്ലൂരിൽ നിന്ന് ഒരു 9:30 10 o'clock ഇപ്പോൾ ഇറങ്ങണത്. അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 1 o'clock ആകുമ്പോഴത്തേക്ക്. കുറേ ആയി ഞങ്ങൾ പോയിട്ട് പറശ്ശിനിക്കടവ്. ഞങ്ങൾ ആക്ച്വലി മുത്തപ്പൻകാവ് എന്നാണ് പറയാം. അപ്പോൾ കുറേ ആയി പോയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കദ്രിയിൽ വന്നേക്കാം മല്ലിക്കട്ട് ചായ കുടിക്കാനായിട്ട്. എന്നിട്ടാണ് ഞങ്ങൾ പോകണുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുക. അക്ഷയേട്ടൻ ഇതൊക്കെയാണ് ഓർഡർ ചെയ്ത്. സോ എനിക്ക് ഓർഡർ ചെയ്തത് ഇതവിടെ വന്നു. നല്ല ചൂട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഞങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ കയറി ഡീസലൊക്കെ അടിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ പോകുമ്പോഴേ ഇവർ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പോലും അവിടെ എത്തുന്നത് വരെ ഭക്തിഗാനായിരിക്കണമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ എത്തുന്നത് വരെ ഭക്തിഗാനായിരുന്നു. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു 12 o'clock 1 o'clock ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ആ പാലത്തിൻ്റെ അവിടെ പോയി, കാരണം ആ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെമ്പിളിൽ നല്ലൊരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അങ്ങോട്ട് നടന്നു. കാറൊക്കെ പാർക്ക് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടി, കാരണം അത്രയും തിരക്കാണ്. കൊട്ടിയൂർ അമ്പലത്തിൽ നിന്നുള്ള എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വെക്കാനായിട്ട് കുപ്പിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ അക്ഷയേട്ടൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അക്ഷയേട്ടനും ഇട്ടും ഞാൻ ഒരു 10 yearsന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പം എനിക്ക് കുറേ മുന്നേ ഞാൻ ചെറുപ്പത്തിൽ വന്ന ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ അതേപോലെ തന്നെ ഉണ്ട് അമ്പലം കാണാനൊക്കെ. നല്ല തിരക്കായിരുന്നു. അവിടുന്ന് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം അത്രയും തിരക്കുമാണ്. പിന്നെ ഞങ്ങൾ ചെന്ന സമയവും അങ്ങനെ ഒരു സമയമായിരുന്നല്ലോ. പിന്നെ എവിടെ ചെന്നാലും മീൻ പിടിക്കുന്നത് കണ്ട അക്ഷയേട്ടൻ അവിടെ ഒന്ന് നിൽക്കും, കാരണം അക്ഷയേട്ടൻ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. മീൻ പിടിച്ചില്ലെങ്കിൽ ആരെങ്കിലും പിടിക്കുന്നത് കണ്ടാലും മതി. അപ്പം അതൊക്കെ കണ്ടു. പിന്നെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളതൊന്നും എടുത്തില്ല, നമ്മൾ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്ത്. പിന്നെ ഈ പ്രസാദം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അത് ഗേൾസിനും ബോയ്സിനും വേറെ വേറെ ആയിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ താഴെ ഇരുന്നിട്ട് പ്രസാദം വാങ്ങിച്ച് കഴിച്ചു. കുറേ കാലം പണ്ടൊക്കെ പപ്പടം ഉണ്ടായി, ഇപ്പോൾ ഒന്നും പപ്പടമൊന്നും കൊടുക്കുന്നില്ല അതിൻ്റെ കൂടെ. പിന്നെ ഇവർക്കൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായി, അതൊക്കെ ചെയ്തു. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ അഭിജിത്ത് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ തിരക്കാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കയറിയിരിക്കുന്നത്. സംഭവം ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര ഒരു കണ്ടോ, ഈ ഒരു കുറേ ചെടികളും കുറേ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കഷ്ടകാലത്തിന് അവിടുത്തെ മീൽസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. പക്ഷേ ബിരിയാണി സൂപ്പറായിരുന്നു, ഒരു രക്ഷയുണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞങ്ങൾ ഹാഫായിരുന്നു പറഞ്ഞത്, അത് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. നല്ല സൂപ്പർ ഫുഡായിരുന്നു. ബിരിയാണി വന്നു. ചോറ് കഴിക്കാൻ ആഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടിയത് ബിരിയാണിയാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ടായി. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ പിന്നെ ലേറ്റ് ആവും വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ടു. ഞങ്ങൾ ആ പാർക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഉപ്പിലിട്ട വാങ്ങിച്ചെടുക്കുക. അയ്യോ, അവനെ കിട്ടുന്നില്ല. സക്കാറിനെ കിട്ടുന്നില്ല. ഓടോടുന്നു. നമ്മളിതാ എൻ്റർ ചെയ്യാൻ പോവാണേ. ഇതിൻ്റെ ഉള്ളിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഇത് ഫിഷാണ് കേട്ടോ. എവിടെ? ഇതാ ശരി, അവര് ദിനോസറിന്റെ പോലെ വിട്ടു പറഞ്ഞതാട്ടോ. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പോകുന്നത്. ഇതൊക്കെ നല്ല സംഭവമായിട്ട്. ഇതാണ് മുള്ളംപന്നി. എൻ്റെ ആൾക്കാരെ കാണിച്ചേ. അതാണ് അബി. അബി ഓടി. അവനെ അങ്ങോട്ട് കടക്കാൻ നോക്കണ്ട്. അതില് ലോക്കായി കാലും കൈയിട്ട് നീക്കുന്നുണ്ട്. അതില് പെട്ടുക. ഇതില് തള്ളി കൊടുക്കണ്ടവരുടെ അതിന്റെ മുകളിൽ കയറിയിരുന്നു. പിന്നെ അവിടെ നിന്ന് അടിയാനങ്ങളെ. എനിക്ക് നമ്മള് പിലിക്കുള പോയതോ. ഇതാണ് ഗൈസ് എമോ കാണാത്തത്. അതാണത്? അല്ല, അത് വേറെ. നെക്സ്റ്റ് ഈസ് റെപ്റ്റൈൽ സോൺ. ഇപ്പൊ നല്ല സുഖമാണ്. ഇതാ എന്റെ ദൈവമേ. ഇതേതാണ്? ഇതാണ് മലമ്പാമ്പ്. എനിക്ക് പേടിയായിട്ട് വയ്യ. എൻ്റെ അമ്മ
ഇത് പിന്നെ വിഷമില്ല പറഞ്ഞോളൂ. ഇതെന്താ പാമ്പ് ഇതേതാ പാമ്പ്? പെരുമ്പാമ്പ്. മലമ്പാമ്പ്. അപ്പൊ ഇത് ആ ആടിനും കോഴിനൊക്കെ വിഴുങ്ങാൻ പറ്റും. അങ്ങനെ ശ്രദ്ധിച്ചു പൊട്ടാൻ. അപ്പൊ എന്തിനാ വിഴുങ്ങണ്? അതിന് ആർത്തി കൂട്ടിയിട്ട് പച്ചള ചവച്ചാൽ എവിടെ എവിടെ അമ്മ ഇതാ വലിയത് വലിയ പെരുമ്പാമ്പ്. എവിടെ? ഏറ്റവും വിഷമുള്ള പാമ്പ്. പിന്നെ എന്താ ഡിഗ്രിയിൽ ചുറ്റി വളഞ്ഞ് ചേനത്തണ്ടൻ വട്ടക്കൂറ. ഏറ്റവും വിഷമുള്ള പാമ്പാണ് ഇത് എന്നാണ് ഇവര് പറയണത്. ഒറ്റ കൊത്തിന് ഒറ്റടി നടക്കുന്നു. എവിടെ? നെക്സ്റ്റ് വൺ എന്തൊരു വലുതത്. അയ്യോ ഇതാണ് മുതല. ഞാൻ വിചാരിച്ചത് ഫേക്കാണ്. അപ്പോഴാണ് ഇത് അനങ്ങണത് കേട്ടോ. കൊറേ ഉണ്ടല്ലോ. ഒരാളെ അതിലേക്ക് ഇട്ടാ ഒരു വിരല് പോലും പറ്റും. എനിക്ക് ബോറടിച്ചു ഗൈസ്. ഞാനപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇവരവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സൂ ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. ദാറ്റ്സ് ഇറ്റ്. അല്ല ഗൈസ്, ഇതെന്താണ്? മൂർഖനാണ് കേട്ടത്. ആയിരണത്തിൽ ഒരെണ്ണം കൊത്തി. പക്ഷെ കൊത്തിയവരൊന്നും രക്ഷപ്പെടൂല. ആനര തലമരെ കൊത്തുന്ന പറയണത്. അത്ര ഹൈറ്റിൽ ചാടി കൊത്തു. വാലും വന്നിട്ട് കിങ് കോബ്ര രാജവമ്പ. അങ്ങനെ ഞങ്ങൾ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി തിരിച്ച് മംഗലാപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ സെറ്റ് മുണ്ടൊക്കെ മാറ്റിയിട്ടുണ്ടായി. കാരണം അത്രയും ദൂരം ഇട്ടിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കാഞ്ഞങ്ങാട് എവിടെ എത്തിയപ്പോൾ ഒരു ബീച്ച് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞാൻ അവിടെ കാറിൽ തന്നെ ഇരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കണ്ടു. ഞങ്ങളൊരു 6 മണി 7 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തി. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.